നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജനവിധി അറിയാൻ മണിക്കൂറുകൾ എണ്ണി കാത്തിരിപ്പ്. വോട്ടെണ്ണൽ തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ജില്ലയിലെ മുന്നണി ക്യാമ്പുകൾ ആത്മവിശ്വാസത്തിൽ. ജില്ലയിൽ ശക്തമായ മഴയും ഇടിമിന്നലും. ചാവക്കാട് മേഖലയിൽ ഇടിമിന്നലിൽ വീടിന്റെ ചുമർ തകർന്ന് മുൻ നഗരസഭാ കൌൺസിലർ അടക്കം 3 പേർക്ക് പരിക്കേറ്റു. ഒരുമനയൂരിൽ ഹോട്ടൽ കത്തിനശിച്ചു. ഇരിങ്ങാലക്കുടയിലും പുതുക്കാടും പരക്കനാശം. ചേലക്കരയിൽ ഇടിമിന്നലിൽ തെങ്ങിന് തീപിടിച്ചു. പെട്രോളിനും ഡീസലിനും ഗാർഹിക LPG സിലിണ്ടറിനും വില ഉയരുമെന്ന് സൂചന. പെട്രോൾ ഡീസൽ വില 5 രൂപ വരെ വർദ്ധിച്ചേക്കും. LPG സിലിണ്ടറിന് 40 മുതൽ 50 രൂപ വരെ വർദ്ധിക്കുമെന്ന് സൂചന. കുണ്ടന്നൂർ തെക്കേക്കരപ്പാടത്ത് ജനവാസ മേഖലയ്ക്ക് മധ്യത്തിലെ ഒറ്റമുറി കോൺക്രീറ്റ് കെട്ടിടത്തിലെ കരിമരുന്ന് ശേഖരം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത വെടിക്കോപ്പുകളാണ് നാട്ടുകാർക്ക് ഭീഷണിയാകുന്നത്. അതിർപ്പിള്ളി അരൂർമുഴിയിൽ അമ്മയെയും മകളെയും കാട്ടാന ഓടിച്ചു. കാട്ടാന ഓടിച്ചത് തിരുനാൾ കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെ. കൊടുങ്ങല്ലൂർ അഴീക്കോട് ഘനലോഹ മാലിന്യം ഉപയോഗിച്ച് നിലം നികത്തിയതായി ആരോപണം. മേഖലയിൽ പരിശോധന നടത്തി മലിനീകരണ നിയന്ത്രണ ബോർഡ്. വാർത്തകൾ വിശദമായി. ചങ്കിടിപ്പോടെ ഉറ്റുനോക്കുന്ന ജനവിധി അറിയാൻ മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുകയാണ് കേരളം. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ജില്ലയിൽ വോട്ടെണ്ണലിനും ഫലപ്രഖ്യാപനത്തിനും വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ജില്ലയിലെ മുന്നണി ക്യാമ്പുകൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഒബ്സർവർ, സ്ഥാനാർത്ഥികൾ, അവരുടെ ഏജന്റുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ തിങ്കളാഴ്ച രാവിലെ 7-ന് സ്ട്രോങ് റൂം തുറക്കും. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കായി ഒരു ഹാളിൽ 7 മുതൽ 14 വരെ മേശകൾ ക്രമീകരിക്കും. 8:15 ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. ഓരോ ടേബിളിൽ നിന്നും മെഷീൻ, പോസ്റ്റൽ വോട്ട് എന്നിവ എണ്ണിയതിന്റെ സ്ലിപ്പ് ബന്ധപ്പെട്ട കൌണ്ടിംഗ് ഏജന്റുമാരിൽ നിന്നും ഒപ്പുവാങ്ങിയ ശേഷം കൌണ്ടിംഗ് സൂപ്പർവൈസർ ഒപ്പ് രേഖപ്പെടുത്തി റിട്ടേണിംഗ് ഓഫീസറുടെ ഡയസിലെത്തിക്കും. റിട്ടേണിംഗ് ഓഫീസർ ഒപ്പിട്ട ശേഷം ടാബുലേഷൻ ടീമിന് കൈമാറും. ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഫലം അപ്ഡേറ്റ് ചെയ്യും. കൌണ്ടിംഗ് ഹാളിലെ എല്ലാ നടപടികളും വീഡിയോയിൽ ചിത്രീകരിക്കും. ഹാളിൽ മൊബൈൽ ഫോൺ അനുവദിക്കില്ല. വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് സമീപം സജ്ജീകരിക്കുന്ന മീഡിയ സെന്ററിൽ ഫലം തത്സമയം ലഭിക്കും. അതേസമയം എക്സിറ്റ് പോൾ പ്രവചനങ്ങളുടെ വിശകലനങ്ങൾ അവസാനിപ്പിച്ച് യഥാർത്ഥ ജനവിധി അറിയാനുള്ള കാത്തിരിപ്പിലാണ് ജില്ലയിലെ മുന്നണി കേന്ദ്രങ്ങൾ. കഴിഞ്ഞ 2 തവണയും LDFന്റെ സമഗ്ര ആധിപത്യമായിരുന്നു. അതിന് വിരാമമിടാൻ കഴിഞ്ഞില്ലെങ്കിൽ ജില്ലയിൽ UDFനെ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ മാറ്റ് കുറഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കുന്ന പ്രകടനം NDA BJP ക്യാമ്പിനും അനിവാര്യം. എന്തായാലും കാത്തിരിക്കാം, ആര് വീഴും ആര് വാഴുമെന്നറിയാൻ. ന്യൂസ് ഡെസ്ക് TCV. എക്സിറ്റ് പോളുകൾക്ക് വില കൽപ്പിക്കുന്നില്ലെന്നും അതെല്ലാം ജനം തള്ളുമെന്നും 3ാം LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും UR പ്രദീപ് MLA. ഇടതുമുന്നണി ഇത്തരം പ്രവചനങ്ങളെ ഗൌരവമായി കാണുന്നില്ലെന്നും UR പ്രദീപ് പ്രതികരിച്ചു. 2016-ൽ താൻ പരാജയപ്പെടുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകളെ ജനം തള്ളിയ ചരിത്രമുണ്ട്. 2021-ൽ ഭരണത്തുടർച്ച ഉണ്ടാകില്ലെന്ന പ്രവചനങ്ങളെയും ജനവിധി അതിജീവിച്ചു. കേരളത്തിൽ 3ാം LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും UR പ്രദീപ് കൂട്ടിച്ചേർത്തു. 3ാം പിണറായി സർക്കാർ നിലവിൽ വരുമെന്നും NCPS ഈ സർക്കാരിന്റെ ഭാഗമായിരിക്കുമെന്നും NCPS സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസ് MLA പറഞ്ഞു. NCPS ജില്ലാ ജനറൽ ബോഡി യോഗം തൃശൂർ മോത്തി മഹൽ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷക്കാലത്തെ LDF ഭരണത്തിൽ സംസ്ഥാനത്തുണ്ടായ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും പകരം വയ്ക്കാൻ രാജ്യത്തെ ഇതര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് CL ജോയ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ, NCPS സംസ്ഥാന ജനറൽ സെക്രട്ടറി വിജി രവീന്ദ്രൻ, സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് രഘു കെ മാരാത്ത്, അഡ്വക്കേറ്റ് MP സൂര്യനാരായണൻ, വേണു വെണ്ണറ, സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ EA ദിനമണി, M പത്മിനി തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുടയിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി മതിൽക്കെട്ടിനകത്തെ സ്റ്റേജിനോട് ചേർന്ന് നിർമ്മിച്ച പന്തൽ തകർന്നു. പടിഞ്ഞാറ് ഊട്ടുപുറയുടെ ഓടുകളും കാറ്റിൽ വീണു. മഹാത്മാ റീഡിംഗ് റൂമിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ക്ഷേത്രോത്സവം കാണാൻ എത്തിയയാളുടെ കാർ മരം വീണ് തകർന്നു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ 5ാം നിലയിലെ ജനൽ ചില്ലുകൾ തകർന്നു. വിവിധ സ്ഥലങ്ങളിൽ മരങ്ങൾ വീണ് ഗതാഗതവും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു. ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷന് സമീപമുള്ള കെട്ടിടത്തിലെ ട്രസ് കാറ്റിൽ പറന്ന് വൈദ്യുതി കമ്പിയിൽ പതിച്ചു. വൈദ്യുതി ബന്ധം നിലച്ചതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ ജല അതോറിറ്റിയുടെ ജലവിതരണം തടസ്സപ്പെട്ടു.
ശക്തമായ കാറ്റിലും മഴയിലും പുതുക്കാട് മേഖലയിൽ വ്യാപക നാശനഷ്ടം. പുതുക്കാട് ബസാർ റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിന് മുകളിൽ പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ സ്ഥാപിച്ച കൂറ്റൻ പരസ്യബോർഡ് സമീപത്തെ ജ്വല്ലറി കെട്ടിടത്തിലേക്ക് മറിഞ്ഞു വീണു. ജ്വല്ലറിയുടെ നെയിം ബോർഡിനും ട്രസ്സിനും കേടുപാടുകൾ സംഭവിച്ചു. ബോർഡ് വീഴുന്ന ശബ്ദം കേട്ട് റോഡിൽ ഉണ്ടായിരുന്നവർ ഓടിമാറിയതിനാൽ അപകടം ഒഴിവായി. ചെങ്ങാലൂർ മേഖലയിൽ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം സംഭവിച്ചു. തെങ്ങുകളും മരങ്ങളും വീണ വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. ശാന്തിനഗർ മണ്ണമ്പേട്ട റോഡിലും SN പുരം റോഡിലും മരങ്ങൾ വീണ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. വൈദ്യുതി കമ്പികൾ പൊട്ടിവീണത് മൂലം മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. ചെങ്ങാലൂർ മേഖലയിൽ വൻതോതിൽ കാർഷിക വിളകൾ നശിച്ചു. പുളിമല പള്ളം ബണ്ട് റോഡിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു. വരാക്കരയിൽ തെങ്ങ് വീണ വൈദ്യുതി പോസ്റ്റും മതിലും തകർന്നു. ചാവക്കാട് മേഖലയിൽ ശക്തമായ ഇടിമിന്നലിൽ വീടിന്റെ ചുമര് തകർന്നു. മുൻ നഗരസഭാ കൌൺസിലർ അടക്കം 3 പേർക്ക് പരിക്കേറ്റു. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം ഐനിപ്പുള്ളി വീട്ടിൽ മനോജ്, ഭാര്യയും മുൻ കൌൺസിലറുമായ സ്മൃതി, മകൾ ധ്വനി എന്നിവർക്കാണ് പരിക്കേറ്റത്. കിടപ്പുമുറിയിലെ മേൽക്കൂര മിന്നലിൽ പൊട്ടിപ്പിളർന്നു. സിമന്റ് കഷ്ണങ്ങൾ ദേഹത്തേക്ക് പതിച്ചതോടെ ഇവർ പുറത്തേക്കോടി. പരിക്കേറ്റ 3 പേരെയും അയൽവാസികൾ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മനോജിന്റെ കൈക്കും ദേഹത്തും പരിക്കുണ്ട്. മകൾ ധ്വനിയുടെ തലയ്ക്കാണ് പരിക്ക്. സ്മൃതിയുടെ കൈക്കും വയറിനും പരിക്കേറ്റു. വീട്ടിലെ വൈദ്യുതി മീറ്ററിന്റെ ബോർഡ് പൊട്ടിത്തെറിച്ചു. വാട്ടർ ടാങ്കിലേക്ക് പോയിരുന്ന പൈപ്പുകളും പൊട്ടി. വീടിന്റെ മുകളിലെ വാർപ്പിൽ കുഴി രൂപപ്പെട്ടു. ഇവിടെ ഇരുമ്പുകോണി ചാരിവെച്ചിരുന്ന ഭാഗം പൊട്ടിത്തെറിച്ച് തൊട്ടടുത്ത വീടിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഈ വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ശക്തമായ ഇടിമിന്നലിനെ തുടർന്ന് ഒരുമനയൂരിൽ ഹോട്ടൽ കത്തിനശിച്ചു. കഴുത്താക്കല്ലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കായലോരം എന്ന റെസ്റ്റോറന്റാണ് കത്തിനശിച്ചത്. സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും സ്പാർക്ക് അടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. പുലർച്ചെ 5 മണിക്കാണ് വിളിച്ച് പറയണത്. പിന്നെ ഇത് ഈ പോസ്റ്റില്ല, ഇതൊക്കെ നമുക്ക് കെട്ടാൻ പറഞ്ഞിട്ടുള്ളതാണ് അവരോട്. ഈ ലൈൻ കമ്പിയൊക്കെ അത് കൂട്ടിമുട്ടാണ്ടിരിക്കാനൊക്കെ കെട്ടാണ്ടിരിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ കാറ്റ് വരുമ്പോൾ ഇങ്ങനെ ആടുമ്പോൾ സ്വാഭാവികമായിട്ട് സ്പാർക്ക് വരും. പിന്നെ അവിടെ നിന്നാണ് ആ ലൈനിൽ നിന്ന് ആ പോസ്റ്റിൽ നിന്നാണ് സ്പാർക്ക് വന്നത്. അവിടെ ഒന്നും ഈ കണക്ഷൻ ഇട്ടിട്ടില്ല. അവർക്ക് ഇവിടെ ഇങ്ങനെ കൂട്ടിമുട്ടിക്കാനുള്ളൊരു ജോയിൻ്റ് ഇട്ടിട്ടില്ല. അവിടെ നിന്ന് വന്നിട്ട് ഫ്രണ്ട് സൈഡാണ് കത്തിയിട്ടുള്ളത്. പിന്നെ ഇത് കിട്ടുമ്പോൾ നമുക്ക് തരിശായിട്ടാണ് കിട്ടിയത്. അത് നമ്മൾ വെച്ച് കെട്ടി ഉണ്ടാക്കിയതാണ്. 10-25 ലക്ഷം റുപ്യ അടുത്തായിട്ടുണ്ട്. ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്ത് മണ്ണടിച്ച് തൂർത്ത് അതുപോലത്തെ ഒരു സ്ഥലമായിരുന്നു. പൊട്ടിത്തെറിയുടെ വലിയ ശബ്ദം കേട്ട് നാട്ടുകാർ എത്തിയപ്പോഴാണ് റെസ്റ്റോറന്റ് കത്തുന്നതായി കണ്ടത്. റെസ്റ്റോറന്റിന്റെ മുകൾ ഭാഗം ഓല കൊണ്ട് മേഞ്ഞതായിരുന്നു. അപകടത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകളും തകർന്നു. ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ചതും സമീപത്ത് കാണാം. ഗുരുവായൂരിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഏകദേശം 25 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി റെസ്റ്റോറന്റ് നടത്തിപ്പുകാർ പറഞ്ഞു. TCV ന്യൂസ്, ചാവക്കാട്. ചേലക്കരയിൽ ഇടിമിന്നലിൽ തെങ്ങിന് തീപിടിച്ചു. ഡിവൈൻ പ്രസ് ഉടമ കൊള്ളന്നൂർ വീട്ടിൽ ജെറോമിന്റെ പുരയിടത്തിലെ തെങ്ങാണ് മിന്നലിൽ കത്തിയത്. വടക്കാഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തും മുമ്പ് വീട്ടുകാർ തീയണച്ചു. ഇടവേള. The wind hums a song deep and wise, a tale of love beneath endless skies. We close our eyes, the world complies. Yaleo, carry me through. In your arms, I'm born. French Dairy Pistachio Kunafa Bar. The Taste Factory. ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ സന്ദേശം. ഭക്ഷ്യ ഉത്പാദനം, സംഭരണം, വിതരണം, വിൽപ്പന തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങളും നിർബന്ധമായും FSSAI രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് കരസ്ഥമാക്കണം. പൊതുജനങ്ങൾ ഉത്സവങ്ങൾ, മേളകൾ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃത്രിമ നിറങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ചോക്കുമിഠായി, പഞ്ഞിമിഠായി, ലോലിപോപ്പ് എന്നിവ ഒഴിവാക്കുക. എണ്ണയിൽ തയ്യാറാക്കിയ പലഹാരങ്ങൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വാങ്ങുന്നത് ഒഴിവാക്കുക. സുരക്ഷിതമായി ആഘോഷിക്കൂ. സുരക്ഷിതമായ ഭക്ഷണം തിരഞ്ഞെടുക്കൂ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, തൃശൂർ. ഹായ്, ടുലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ടുലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ടുലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ടുലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella.
Ceramic Center. Tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring. Variety range of kitchen sinks. All in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സിറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സിറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തയിലേക്ക്. രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കുമെന്ന് റിപ്പോർട്ടുകൾ. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 4 മുതൽ 5 രൂപ വരെ കൂടിയേക്കും. LPG ഗാർഹിക സിലിണ്ടറിന് 40 മുതൽ 50 രൂപ വരെ വില വർദ്ധിക്കുമെന്നാണ് സൂചന. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അസംസ്കൃത എണ്ണയുടെ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് വില വർധനവിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഇക്കാര്യത്തിൽ എണ്ണ വിപണന കമ്പനികൾ ശക്തമായ സമ്മർദ്ദമാണ് കേന്ദ്ര സർക്കാരിൽ ചെലുത്തുന്നത്. വാണിജ്യ സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചതിന് പിന്നാലെ പെട്രോൾ ഡീസൽ വിലയും കൂടുമെന്ന സൂചനകൾ സംസ്ഥാനത്തെ ഹോട്ടൽ കാറ്ററിംഗ് മേഖലകളെ ആശങ്കയിലാഴ്ത്തുന്നു. ലക്ഷക്കണക്കിന് പേരുടെ ഉപജീവന മാർഗമാണ് രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത്. വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ വൻ വർധനവ് വന്നത് കാറ്ററിംഗ് മേഖലയ്ക്ക് ഇരുട്ടടിയായി. പല ഓർഡറുകളും മാസങ്ങൾക്ക് മുൻപേ ലഭിച്ചതാണ്. ഇപ്പോഴുണ്ടായിരിക്കുന്ന വിലവർദ്ധനവിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്ലേറ്റിന് 50 രൂപ മുതൽ 60 രൂപ വരെ കൂട്ടേണ്ടി വരും. എന്നാൽ മുൻകൂട്ടി ബുക്ക് ചെയ്തവരോട് ഇക്കാര്യം പറയാൻ കഴിയില്ലെന്ന് കേറ്ററേഴ്സ് അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നു. നേരത്തെ തന്നെ വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകളുടെ ലഭ്യതയിൽ ബുദ്ധിമുട്ടുകളുണ്ട്. വിവാഹ സീസൺ ആയതിനാൽ നിരവധി ഓർഡറുകൾ ലഭിക്കുന്ന സമയത്താണ് താങ്ങാനാകാത്ത ഭാരം ഈ മേഖലയെ ബാധിക്കുന്നത്. പാചകവാതകത്തിനൊപ്പം അരി, എണ്ണ, പച്ചക്കറി, മാംസം, മസാല സാധനങ്ങൾ എന്നിവയ്ക്കും വില വർദ്ധിച്ചു. ഗതാഗത ചിലവും കൂടി. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ആവശ്യപ്പെടുകയാണ് കാറ്ററേഴ്സ് അസോസിയേഷൻ. ഈ മാസം 10-ന് അടുക്കളകൾ അടച്ച് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ സമരം സംഘടിപ്പിക്കുമെന്ന് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ബാലൻ കല്യാണി, തൃശൂർ ജില്ലാ പ്രസിഡന്റ് PM ഷമീർ, വർക്കിംഗ് സെക്രട്ടറി സുനിൽ കുമാർ, ട്രഷറർ അബ്ദുൾ അസീസ് എന്നിവർ അറിയിച്ചു. ഈ മാസം 6-ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. TCV തൃശൂർ. എരുമപ്പെട്ടി കുണ്ടന്നൂർ തെക്കേക്കര പാടത്ത് ജനവാസ മേഖലയ്ക്ക് നടുവിലുള്ള ഒറ്റമുറി കോൺക്രീറ്റ് കെട്ടിടത്തിലെ കരിമരുന്ന് ശേഖരം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത വെടിക്കോപ്പുകളാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. യാതൊരു സുരക്ഷാ മുൻകരുതലുമില്ലാതെയാണ് കുണ്ടന്നൂർ പാടശേഖരത്തിലെ ഒറ്റമുറി കെട്ടിടത്തിൽ വെടിമരുന്ന് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കടുത്ത വേനൽച്ചൂടിൽ പാടത്തിന് നടുവിലെ ഈ കെട്ടിടം ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലാണിപ്പോൾ. ഇതിനുള്ളിൽ എത്രത്തോളം വീര്യമുള്ള സ്ഫോടക വസ്തുക്കളാണുള്ളതെന്ന് നാട്ടുകാർക്കോ അധികൃതർക്കോ വ്യക്തമായ ധാരണയില്ല. 100 മീറ്ററിനുള്ളിൽ സ്കൂളും പള്ളിയും 70 മീറ്റർ ചുറ്റളവിൽ നിരവധി വീടുകളും സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇപ്പോൾ വലിയൊരു ഭീതിയിലാണ്. അടുത്തിടെ മുണ്ടത്തിക്കോടുണ്ടായ വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കുണ്ടന്നൂർ നിവാസികളുടെ ആശങ്ക ഇരട്ടിയായിരിക്കുകയാണ്. മുൻപ് കുണ്ടന്നൂർ പാടശേഖരത്തിൽ വെടിക്കെട്ടുശാല പൊട്ടിത്തെറിച്ച് ഒരു തൊഴിലാളി മരിക്കുകയും മേഖലയിലെ വീടുകൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും വൻതോതിൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഈ ദുരന്തത്തിന്റെ നടുക്കം മാറാത്ത നാട്ടുകാർക്ക് മുന്നിലാണ് അധികൃതർ കരിമരുന്ന് ശേഖരം മാറ്റാതെ ഇട്ടിരിക്കുന്നത്. ജനസാന്ദ്രത കൂടിയ സ്ഥലത്തുനിന്ന് ഈ സാധനം ഇവിടുന്ന് മാറ്റണം. ഞങ്ങൾക്കിത് പേടിച്ചിട്ടായിരിക്കണം. ഇത് എപ്പോഴാണ് പൊട്ടിത്തെറിക്കാന്ന് പറയാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഈ സാധനം ഇവിടുന്ന് മാറ്റും വേണം. ആ കെട്ടിടം ഇവിടുന്ന് പൊളിച്ച് മാറ്റും വേണം. കൃഷിപ്പാടത്തിന്റെ നടുക്കനാണ് നിൽക്കണം. ഈ കൃഷിപ്പാടം എന്ന് പറയുമ്പോൾ ഒരു ഓരം ചേർത്തിട്ടുള്ള കൃഷിയാണ്. ഒരു 10 വര കണ്ടത്തിന് വീതിയുള്ളൂ. അതിനകത്ത് പിന്നെയൊക്കെ ഞങ്ങളുടെ വീടുകളാണ്, അങ്ങാടിയുടെ വീടുകളാണ്. അപ്പോൾ ഇങ്ങനത്തെ സംഭവം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാ മുണ്ടത്തിയോട് ഉണ്ടായില്ലേ, കുറേ കാശും പണവും കൊടുത്തിട്ടൊന്നും ജീവൻ തിരിച്ചു കിട്ടില്ല. ആ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങളിത് പറയണത്. എത്രയും പെട്ടെന്ന്
അത് നിർവീര്യമാക്കിയേ പറ്റൂ. ആ ബിൽഡിംഗ് അവിടുന്ന് പൊളിച്ച് മാറ്റി തന്നെ വേണം. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ഈ കരിമരുന്ന് ശേഖരം എത്രയും വേഗം ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV എരുമപ്പെട്ടി. അതിരപ്പിള്ളി അരൂർ മുഴിയിൽ ഊട്ടുതിരുന്നാൾ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന അമ്മയെയും മകളെയും കാട്ടാന ഓടിച്ചു. റോഡരികിലെ വീട്ടിൽ ഓടിക്കയറിയാണ് ഇരുവരും രക്ഷപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രി 11 മണിക്കായിരുന്നു സംഭവം. വെറ്റിലപ്പാറ 14 താമസിക്കുന്ന പറമ്പി വീട്ടിൽ സോജുവിന്റെ ഭാര്യ നിൽബി, മകൾ സോന എന്നിവരാണ് ആനയുടെ മുന്നിൽ അകപ്പെട്ടത്. അരൂർ മുഴി സെന്റ് പോൾസ് പള്ളിയിലെ ഊട്ടുതിരുന്നാളിന് ശേഷം 2.5 കിലോമീറ്റർ ദൂരെയുള്ള വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു ഇരുവരും. പെട്ടെന്ന് എണ്ണപ്പനത്തോട്ടത്തിൽ നിന്നും കയറി വന്ന കൊമ്പൻ ആനയെ കണ്ട് ഇരുവരും തിരിഞ്ഞോടി. ഇവരെ പിന്തുടർന്ന ആനയുമെത്തി. ഇതിനിടെ സമീപത്തെ ബിജു എന്ന യുവാവിന്റെ വീട്ടിലേക്ക് അമ്മയും മകളും ഓടിക്കയറി. തുടർന്ന് ബിജു നാട്ടുകാരെ വിളിച്ചുകൂട്ടി ആനയെ ഓടിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ അഴീക്കോട് ഘനലോഹ മാലിന്യം ഉപയോഗിച്ച് നിലം നികത്തിയതായി ആരോപണം. പരിശോധനയുമായി മലിനീകരണ നിയന്ത്രണ ബോർഡ്. അഴീക്കോട് പുത്തൻപള്ളി ബീച്ച് റോഡിൽ പടിപ്പുരയ്ക്കകത്ത് സബ്നയുടെ ഉടമസ്ഥതയിലുള്ള 1 ഏക്കറോളം സ്ഥലമാണ് ഘനലോഹ മാലിന്യം കലർന്ന മണ്ണുപയോഗിച്ച് നികത്തിയത്. പ്രവർത്തനം നിലച്ച എടയാർ ബിനാനി സിങ്കിൽ സംഭരിച്ചിരുന്ന മാലിന്യം കലർന്ന മണ്ണ് വൻതോതിൽ പുറത്തേക്ക് കടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട പരിസരവാസികൾ നടത്തിയ അന്വേഷണത്തിലാണ് അഴീക്കോട് വരെ വന്നെത്തിയത്. സിങ്ക്, ലെഡ്, കാഡ്മിയ, മാംഗനീസ്, കൊബാൾട്ട്, കോപ്പർ, അയൺ, ആഴ്സനിക്, മെർക്കുറി, ക്രോമിയം എന്നിവ അപകടകരമായ അളവിലടങ്ങിയ മണ്ണാണ് ബിനാനി സിങ്കിൽ നിന്നും കൊണ്ടുപോയിട്ടുള്ളതെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞു. അഴീക്കോട് നിലം നികത്താൻ ഉപയോഗിച്ച മണ്ണും ഇത്തരത്തിലുള്ളതെന്നാണ് സൂചന. എടയാറിൽ നിന്നും എത്തിയ പരിസ്ഥിതി പ്രവർത്തകരുടെയും അഴീക്കോട്ടെ നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം മണ്ണിന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു. സുരക്ഷിതമായി സംസ്കരിക്കേണ്ട ഘനലോഹ മാലിന്യം തണ്ണീർത്തടം നികത്തുന്നതിനും റോഡ് നിർമ്മാണത്തിനും വ്യാപകമായി ഉപയോഗിച്ചതായി പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നു. ഈ അപകടകരമായ മാലിന്യങ്ങൾ അവിടെ വിവിധ പോണ്ടുകളിൽ സൂക്ഷിച്ചിരുന്ന വേസ്റ്റുകളാണത്. അതായത് അപകടകരമായ മാലിന്യങ്ങൾ ഉൾപ്പെടുന്ന വേസ്റ്റുകളാണ്. ആ വേസ്റ്റുകൾ ശാസ്ത്രീയമായി ശുദ്ധീകരിക്കുകയും ആ പ്രദേശത്ത് നിന്ന് മാറ്റുകയും ചെയ്യണമെന്നുള്ള ഒരു കോടതി ഉത്തരവുകൾ ഉൾപ്പെടെ പല പഠന റിപ്പോർട്ടുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കമ്പനിയുടെ കോമ്പൗണ്ടിൽ നിന്ന് ഈ മാലിന്യങ്ങൾ കുറച്ച് നാളുകളായി പുറത്തേക്ക് ഒരു വ്യാജ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് പുറത്തേക്ക് കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിലും നിക്ഷേപിക്കുന്നതായിട്ട് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിൽ ഭീകരമായ രീതിയിൽ മാലിന്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേ തുടർന്ന് ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആ കമ്പനി പുതിയതായി എടുത്തിരിക്കുന്ന ആളുകൾക്ക് അത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ഞങ്ങൾ ഈ പ്രദേശങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഇത്തരം മാലിന്യങ്ങൾ കണ്ടെത്തണമെന്നും അത് ശാസ്ത്രീയമായി പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവരണമെന്നും ഈ പ്രദേശങ്ങളിൽ നിന്ന് ഈ കമ്പനിയുടെ ചെലവിൽ തന്നെ ഇത്തരം മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. മാലിന്യം കയറ്റിക്കൊണ്ടുപോയ ലോറികൾ കഴിഞ്ഞ ഫെബ്രുവരി അവസാന വാരം എടയാറിൽ നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും തടഞ്ഞിരുന്നു. തുടർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരെത്തി സാമ്പിളുകൾ ശേഖരിച്ചു. ഇതിൽ നിന്നും നൽകിയിരുന്ന സാമ്പിൾ നാട്ടുകാർ ബോർഡിന്റെ അംഗീകൃത സ്വകാര്യ ലാബിൽ പരിശോധനയ്ക്ക് നൽകിയിരുന്നു. ഇതിന്റെ പരിശോധനാ ഫലത്തിലാണ് ഘനലോഹ മാലിന്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. പൊതുവെ ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്ന തീരപ്രദേശമായ അഴീക്കോട് ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഘനലോഹ മാലിന്യം തള്ളിയത് നാട്ടുകാരിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രദേശത്ത് നിലം നികത്തിയ മണ്ണ് മുഴുവൻ നീക്കം ചെയ്ത് സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്താണ് സംഭവം എന്നറിയില്ല. ഇവിടെ വണ്ടികൾ വരുന്നുണ്ട് നികത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കോർട്ട് ഓർഡർ പ്രസിദ്ധീകരിക്കണ പോലെ ശരിക്കും ജനങ്ങൾക്ക് എന്താണെന്ന് അറിയണമല്ലോ. അതല്ലാതെ നികത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അപ്പോൾ തന്നെ 10 മണിക്ക് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് എല്ലാം പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കോർട്ട് ഓർഡർ ഞങ്ങളെ കാണിച്ചു തന്നു. ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി പരാതിയില്ല, നിങ്ങൾ നികത്തിക്കോ. എന്ന് വെച്ചാൽ പോലീസുമായി മറ്റുള്ള കേസുമായിട്ട് പോകാൻ നമുക്ക് നിവൃത്തിയില്ലാത്തവരാണ് ഇവിടെ ഉള്ള ജനങ്ങൾ. അവരാണെന്നുണ്ടെങ്കിൽ വമ്പൻ ടീമുകളും പൈസ വാരി എറിയുന്ന ആൾക്കാരും. ഇപ്പം പിന്നീട് വന്നപ്പോഴാണ് ഇപ്പോൾ ഈ മാരകമായ വിഷാംശങ്ങളാണ് അടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കണമെന്ന് പറയുമ്പോൾ ജനങ്ങൾ മൊത്തം പരിഭ്രാന്തിയിലാണ്. ഇനി എന്ത് ചെയ്യണമെന്നൊരു പിടുത്തമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. TCV കൊടുങ്ങല്ലൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. Discover la Vraicote, la crème de la fraîcheur.
French Diary Ice Creams, a taste factory. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. തൃശൂർ അരിമ്പൂരിൽ നിന്ന് സുഹൃത്തുക്കൾക്കൊപ്പം നെല്ലിയാമ്പതിയിലേക്ക് വിനോദയാത്ര പോയി ഗുരുതരമായി പരിക്കേറ്റ് 3 മാസത്തിലധികമായി അബോധാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ബസ് കണ്ടക്ടർ ജെയിംസ് മരണത്തിന് കീഴടങ്ങി. സംഭവം കൊലപാതകമാണെന്ന് കണ്ടെത്തി. പാടിഗിരി പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ജെയിംസിന്റെ മൃതദേഹം എറവ് കപ്പൽ പള്ളിയിൽ സംസ്കരിച്ചു. ജനുവരി 25-നാണ് സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്രയ്ക്ക് പോയ ജെയിംസ് അപകടത്തിൽപ്പെടുന്നത്. ഒപ്പമുണ്ടായിരുന്നവരുടെ മൊഴിപ്രകാരമാണ് അപകടം കൊലപാതക ശ്രമമാണെന്ന് പോലീസ് കണ്ടെത്തിയത്. സുഹൃത്തിന് ലോട്ടറി കിട്ടിയ സന്തോഷം പങ്കുവയ്ക്കാനാണ് 9 അംഗ സംഘം നെല്ലിയാമ്പതിയിലേക്ക് ജീപ്പിൽ പുറപ്പെട്ടത്. കാരപ്പാറ തൂക്കുപാലത്തിന് സമീപം പുഴയിലിറങ്ങി ഇവർ കുളിക്കുകയും മദ്യപിക്കുകയും ചെയ്തതായി പറയുന്നു. ഇതിനിടെ സുഹൃത്തുക്കൾ തമ്മിൽ വഴക്കായി. ജീപ്പ് ഡ്രൈവർ ഇവരുമായി 100 അടിയിലേക്ക് വരുന്നതിനിടെ ജീപ്പിൽ വെച്ച് വീണ്ടും വഴക്കുണ്ടാവുകയും ഡ്രൈവർ ജീപ്പ് നിർത്തിയതോടെ ഒരാൾ ജെയിംസിനെ തള്ളിയിട്ട് അപായപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ജെയിംസ് മാസങ്ങളായി ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. സംഭവത്തിൽ കേസെടുത്ത പാടഗിരി പോലീസ് കാഞ്ഞാണിയിലെത്തി ഒരാളെ അറസ്റ്റ് ചെയ്തു. കേരളത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വലിയ രീതിയിൽ തടസ്സം സൃഷ്ടിച്ചത് സർവകലാശാലകളുടെ ചാൻസലർ പദവി വഹിക്കുന്ന ഗവർണർമാരാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. RSSന്റെ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് അവർ ഈ നിലപാട് സ്വീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ഓൾ കേരള പ്രൈവറ്റ് കോളേജ് റിട്ടയേർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ 11ാം സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സർവകലാശാലകളുടെ ഭരണനിർവഹണത്തിൽ സംസ്ഥാനങ്ങൾക്ക് ഒരു അധികാരവുമില്ലെന്ന നിലപാടാണ് UGC സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ KK അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. അംഹ സാരഥി ഡോക്ടർ P ഭാനുമതിയെ ചടങ്ങിൽ ആദരിച്ചു. മേഖലാ സെക്രട്ടറിമാരായ ഡോക്ടർ വാസുദേവൻ പിള്ള, പ്രൊഫസർ PG സുകുമാരൻ നായർ, സംഘടനാ ജനറൽ സെക്രട്ടറി TN വെങ്കിടേശ്വരൻ, കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ K പ്രദീപ് കുമാർ, പ്രൊഫസർ KM ഗീത തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. പരിശീലനത്തിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവർക്ക് സംസ്ഥാന പോലീസ് മേധാവി ട്രോഫികൾ സമ്മാനിച്ചു. അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ CP അജിത് കുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അക്കാദമി ഡയറക്ടർ സേതുരാമൻ സന്നിഹിതനായിരുന്നു. 60 പേരാണ് പരിശീലനം പൂർത്തിയാക്കി സേനയുടെ ഭാഗമായത്. മാള വടമയിൽ സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. സ്കൂട്ടർ യാത്രക്കാരനായ മാള പാറേക്കാടൻ വീട്ടിൽ 58 വയസ്സുള്ള ഫ്രാൻസിസ് ആണ് മരിച്ചത്. വടമ LP സ്കൂളിന് സമീപത്ത് സംസ്ഥാന പാതയിലാണ് അപകടമുണ്ടായത്. അഷ്ടമിച്ചിറയിൽ ഇറച്ചിക്കോഴി വിൽപ്പന സ്ഥാപനം നടത്തുന്ന ആളാണ് ഫ്രാൻസിസ്. ബൈക്കിൽ സഞ്ചരിച്ച ആളൂർ സ്വദേശി അരിക്കാട്ട് വീട്ടിൽ ഹെൽവിൻ ഷാജു പരിക്കുകളുടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാള മേലഡൂരിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ സ്കൂട്ടർ ഇടിച്ച കാൽനട യാത്രികൻ മരിച്ചു. മേലഡൂർ സ്വദേശി 66 വയസ്സുള്ള മംഗലപ്പറമ്പിൽ രവീന്ദ്രനാണ് മരിച്ചത്. കുന്നംകുളത്ത് KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച പുലർച്ചെ 2:30 തൃശൂർ റോഡിലാണ് അപകടമുണ്ടായത്. ബസ്സുകളിൽ ഉണ്ടായിരുന്ന 15ഓളം പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ഭാഗത്തു നിന്നും വന്ന ബസ് ഒനിറോ ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിർദിശയിൽ നിന്ന് വന്ന ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരു ബസ്സുകളുടെയും മുൻഭാഗം ഭാഗികമായി തകർന്നു. മണ്ണുത്തി മുക്കാട്ടുകരയിൽ രോഗിയുമായി പോയ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. എതിർദിശയിൽ നിന്നും വന്ന കാറിൽ ഇടിക്കാതിരിക്കാൻ ആംബുലൻസ് വെട്ടിച്ചു മാറ്റിയപ്പോൾ നിയന്ത്രണം വിട്ട് സമീപത്തെ അഗ്രോ നഴ്സറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. മറ്റൊരു കാറിലും ആംബുലൻസ് ഇടിച്ചു.
പന്നിത്തടത്ത് വാഹനാപകടത്തിൽ 4 പേർക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിൽ ഇടിച്ചാണ് അപകടം. തൃത്താലയിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ സ്റ്റിയറിംഗ് ജാമായതോടെ വാഹനം നിയന്ത്രണം വിട്ട് മുന്നിലുണ്ടായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. തൃത്താല കുമ്പിടി സ്വദേശികളായ അനസ്, ഖദീജ, ഷിബിൽ, ആസിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. വാടാനപ്പള്ളിയിൽ 21.5 കിലോ കഞ്ചാവും 260 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടിയ കേസിൽ ഒരാൾ കൂടി പോലീസ് പിടിയിലായി. ഇടുക്കി തൊടുപുഴ കുന്നം സ്വദേശി തൊട്ടാവാടിയിൽ വീട്ടിൽ അൻസലിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോട് നിന്നും അറസ്റ്റ് ചെയ്തത്. കേസിലെ 1-ാം പ്രതി ലിജിന ലഹരിമരുന്ന് എത്തിച്ചു നൽകിയത് അൻസലാണെന്ന് പോലീസ് കണ്ടെത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മാർച്ച് 1 പുലർച്ചെ ഏഴാങ്കല്ല് വെസ്റ്റ് പനയ്ക്കപ്പറമ്പിൽ ക്ഷേത്രത്തിന് സമീപത്തെ വാടക വീട്ടിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സ്ക്വാഡും വാടാനപ്പള്ളി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ലഹരിശേഖരം പിടികൂടിയത്. വെങ്കിടങ്ങിലും വിളഞ്ഞ ഈന്തപ്പന. വീട്ടുമുറ്റത്ത് വളർത്തിയ ഈന്തപ്പനകളാണ് വിളവെടുപ്പിന് പാകമായത്. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ തൊയക്കാവ് മാനാത്തുപറമ്പിൽ അഫ്നാസ് ഭവനത്തിലെ ബഷീറിന്റെ വീട്ടുമുറ്റത്താണ് ഈന്തപ്പനകൾ വളർന്നു നിൽക്കുന്നത്. 3 വർഷം മുൻപ് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബർഹി ഇനത്തിൽപ്പെട്ട 2 ഈന്തപ്പനകളാണ് ബഷീർ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിച്ചത്. ആദ്യം നല്ല മഞ്ഞ നിറത്തിൽ കാണാറുള്ള ഫലങ്ങൾ പഴുത്തുവരുന്നതനുസരിച്ച് തവിട്ടുനിറത്തിലേക്ക് മാറും. പ്രവാസലോകത്ത് 2 പതിറ്റാണ്ട് ചിലവഴിച്ച ബഷീറിന് ഈന്തപ്പനകൾ മധുരിക്കുന്ന ഓർമ്മകൾ കൂടിയാണ്. കൃത്യമായ പരിചരണമുണ്ടെങ്കിൽ കേരളത്തിലെ കാലാവസ്ഥയിലും ഈന്തപ്പനകൾ മികച്ച വിളവ് നൽകുമെന്ന് ബഷീർ പറയുന്നു. ഈ കനത്ത ചൂട് എല്ലാവർക്കും ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ ഒരു സന്തോഷം വരുന്നുണ്ട്. മാത്രമല്ല എൻ്റെ വീടിൻ്റെ തൊട്ടുമുന്നിൽ റോഡാണ്. അപ്പോൾ ആളുകൾ വരുന്നു, സെൽഫി എടുക്കട്ടെന്ന് ചോദിക്കുന്നു, സെൽഫി എടുക്കുന്നു. കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം. 1.5 മാസം മുന്നേ ഒരു മെയിലും ഫീമെയിലാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ വെച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന രൂപത്തിൽ നിൽക്കുന്നത്. മരുഭൂമിയിലെ കൊടും ചൂടിൽ അധികമായി കണ്ടുവരുന്ന ബർഹി ഈന്തപ്പനകൾ കേരളത്തിലെ ചൂട് വർദ്ധിച്ചതിന്റെ നേർക്കാഴ്ചയും കൂടിയാണ്. പൂത്ത് കുലച്ചു നിൽക്കുന്ന ഈന്തപ്പനകൾ നാട്ടുകാർക്കും യാത്രക്കാർക്കും കൗതുകമായി മാറിയിരിക്കുകയാണ്. TCV ന്യൂസ്, പാവറട്ടി. കൊടുങ്ങല്ലൂരിൽ വൈദ്യുതി ലൈനിലെ അറ്റകുറ്റപ്പണിക്കിടെ ലൈൻമാന് ഷോക്കേറ്റു. കൊടുങ്ങല്ലൂർ നമ്പർ 1 സെക്ഷനിലെ ലൈൻമാൻ മേത്തല ആനാപ്പുഴ സ്വദേശി സുനിൽകുമാറിനാണ് ഷോക്കേറ്റത്. ചന്തപ്പുരയിൽ മലബാർ ഗോൾഡിന് സമീപമുള്ള ട്രാൻസ്ഫോമറിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടയിലായിരുന്നു അപകടം. കൈക്ക് പൊള്ളലേറ്റ ഇയാളെ സഹപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി 4ാം ഉത്സവ ദിവസം രാവിലെ നടന്ന ശീവേലിക്ക് 17 ഗജവീരന്മാർ അണിനിരന്നു. ബാസ്റ്റിൻ വിനയസുന്ദർ സംഗമേശ്വരന്റെ തിടമ്പേറ്റി. പല്ലാട്ട് ബ്രഹ്മദത്തനും കുട്ടൻ അർജുനനും കൂട്ടാനകളായി. പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിലുള്ള 100ഓളം കലാകാരന്മാരുടെ പഞ്ചാരിമേളം 4ാം ഉത്സവത്തിന് മാറ്റിയേക്കി. തൃശൂർ അതിരൂപതയുടെ 139ാമത് വാർഷികാഘോഷം ഈ മാസം 20-ന് വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളിയിൽ ആഘോഷിക്കുമെന്ന് അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് അറിയിച്ചു. ഉച്ചകഴിഞ്ഞ് 2:30-ന് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സമൂഹബലി അർപ്പിക്കും. തുടർന്ന് പൊതുസമ്മേളനവും നടക്കും. പൊതുസമ്മേളനത്തിൽ ഷെവലിയാർ സിറിൽ ജോൺ മുഖ്യാതിഥിയാകും. ഈ വർഷത്തെ അതിരൂപത പുരസ്കാരങ്ങൾ സമ്മേളനത്തിൽ വിതരണം ചെയ്യും. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര, ജനറൽ കൺവീനർ ഫാദർ ജോൺസൺ അന്തിക്കാട്ട്, ഫൊറോന വികാരി ഫാദർ വർഗീസ് തരകൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ നഴ്സുമാർ നടത്തുന്ന സമരത്തെ തള്ളി ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. നിലവിൽ നഴ്സുമാർക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന സ്ഥാപനം തൃശൂർ ജൂബിലി മിഷൻ. കേരള ഗവൺമെന്റ് ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്ത കാലത്ത് പോലും തൃശൂർ ജൂബിലി മിഷൻ ശമ്പളം വർദ്ധിപ്പിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ നല്ല ചികിത്സ കിട്ടാനുള്ള സ്ഥലം ജൂബിലി മിഷൻ ആശുപത്രിയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ കേരളത്തിൽ നഴ്സുമാർക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന സ്ഥാപനം ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന സ്ഥാപനമാണ് ജൂബിലി മിഷൻ മെഡിക്കൽ. നിലവിൽ എന്നും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ 2018 ഗവൺമെൻറ് പുതിയ ഒരു ശമ്പളത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ പല കോർപ്പറേറ്റ് ആശുപത്രികളും അതിന് സ്റ്റേ മേടിച്ചു കഴിഞ്ഞെങ്കിലും ജൂബിലി അന്ന് പ്രപ്പോസ് ചെയ്ത ശമ്പളം അപ്പോൾ തന്നെ കൊടുത്തു. പിന്നെ
ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ 2023 കേരള ഗവൺമെൻറ് ഒരു ശമ്പള പരിഷ്കരണം വരുത്താൻ ആഗ്രഹിച്ച് പ്രസ്താവിച്ചു. അത് തീരുമാനിച്ചെങ്കിലും ഫൈനലൈസ് ചെയ്തില്ല. പക്ഷേ ജൂബിലി ആ ശമ്പള പരിഷ്കരണം മറ്റാരും ചെയ്യാത്തപ്പോഴത്തെ ജൂബിലി പരിഷ്കരണം നടത്തി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു രചിച്ച അൻപും അലിവും അല്പം അനുരാഗവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കേരള സാഹിത്യ അക്കാദമി ഹാളിൽ നടന്നു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. അശോകൻ ചെരുവിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സി രാവുണ്ണി പുസ്തക പരിചയം നടത്തി. സാഹിത്യരംഗത്തെ പ്രമുഖരും സാംസ്കാരിക പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ക്രിസ്ത്യൻ സഭകൾ കടന്നുപോകുന്നത് വലിയ വെല്ലുവിളികളിലൂടെയാണെന്ന് പൌരസ്ത്യ കൽദായ സുറിയാനി സഭ ആഗോള പരമാധ്യക്ഷൻ മാർ ആവ തൃതീയൻ പാത്രിയർക്കീസ് അഭിപ്രായപ്പെട്ടു. പൌരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ഇന്ത്യയിലെ ദിവംഗതരായ പിതാക്കന്മാരുടെ ഓർമ്മദിനത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഭകൾ തമ്മിലുള്ള ഐക്യത്തിനു വേണ്ടി എപ്പോഴും ശ്രമിക്കണം. കേരളത്തിൽ സഭകൾ തമ്മിൽ വളരെ നല്ല ഇക്യുമെനിക്കൽ ബന്ധം നിലനിൽക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും പാത്രിയർക്കീസ് പറഞ്ഞു. മാർ ഔഗിൻ കുര്യാക്കോസ് മിത്രാപ്പോലീത്ത അധ്യക്ഷത വഹിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, മോർ കുര്യാക്കോസ് സേവേറിയസ്, സിറിൽ മാർ ബസേലിയോസ്, ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ്, ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ്, കുര്യാക്കോസ് മോർ ക്ലീമിസ് തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണുത്തി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഡ്രൈവർ ജോലി വാഗ്ദാനം ചെയ്ത് 4 ലക്ഷം രൂപ തട്ടിയെടുത്ത യുവാവ് അറസ്റ്റിലായി. മാടക്കത്തറ വെള്ളാനിശ്ശേരി സ്വദേശി തോപ്പിൽ വീട്ടിൽ ബിനോയിയെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കിഴക്കുംപാട്ടുകര സ്വദേശിയിൽ നിന്നാണ് ജോലി വാഗ്ദാനം ചെയ്ത് ഇയാൾ പണം തട്ടിയെടുത്തത്. സമാനമായ രീതിയിൽ വടക്കാഞ്ചേരി സ്വദേശിയിൽ നിന്നും 11 ലക്ഷത്തോളം രൂപ ഇയാൾ തട്ടിയെടുത്തിരുന്നു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജനവിധി അറിയാൻ മണിക്കൂറുകൾ എണ്ണി കാത്തിരിപ്പ്. വോട്ടെണ്ണൽ തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ജില്ലയിലെ മുന്നണി ക്യാമ്പുകൾ ആത്മവിശ്വാസത്തിൽ. ജില്ലയിൽ ശക്തമായ മഴയും ഇടിമിന്നലും. ചാവക്കാട് മേഖലയിൽ ഇടിമിന്നലിൽ വീടിന്റെ ചുമർ തകർന്ന് മുൻ നഗരസഭാ കൌൺസിലർ അടക്കം 3 പേർക്ക് പരിക്കേറ്റു. ഒരുമനയൂരിൽ ഹോട്ടൽ കത്തിനശിച്ചു. ഇരിങ്ങാലക്കുടയിലും പുതുക്കാടും പരക്കനാശം. ചേലക്കരയിൽ ഇടിമിന്നലിൽ തെങ്ങിന് തീപിടിച്ചു. പെട്രോളിനും ഡീസലിനും ഗാർഹിക LPG സിലിണ്ടറിനും വില ഉയരുമെന്ന് സൂചന. പെട്രോൾ ഡീസൽ വില 5 രൂപ വരെ വർദ്ധിച്ചേക്കും. LPG സിലിണ്ടറിന് 40 മുതൽ 50 രൂപ വരെ വർദ്ധിക്കുമെന്ന് സൂചന. കുണ്ടന്നൂർ തെക്കേക്കരപാടത്ത് ജനവാസ മേഖലയ്ക്ക് മധ്യത്തിലെ ഒറ്റമുറി കോൺക്രീറ്റ് കെട്ടിടത്തിലെ കരിമരുന്ന് ശേഖരം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത വെടിക്കോപ്പുകളാണ് നാട്ടുകാർക്ക് ഭീഷണിയാകുന്നത്. അതിരപ്പള്ളി അരൂർമുഴിയിൽ അമ്മയെയും മകളെയും കാട്ടാന ഓടിച്ചു. കാട്ടാന ഓടിച്ചത് തിരുനാൾ കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെ. കൊടുങ്ങല്ലൂർ അഴീക്കോട് ഘനലോഹ മാലിന്യം ഉപയോഗിച്ച് നിലം നികത്തിയതായി ആരോപണം. മേഖലയിൽ പരിശോധന നടത്തി മലിനീകരണ നിയന്ത്രണ ബോർഡ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.